ഹായ്, ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ആപ്പിൾ പുഡിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ. ഇതുണ്ടാക്കാൻ അങ്ങനെ ഒരു പണിയില്ല കേട്ടോ, നല്ല സിമ്പിളായിട്ട് ആർക്ക് വേണേലും ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ അവിടെ 3 ആപ്പിൾ കുഞ്ഞാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗീയിലേക്ക് കുറച്ച് ബദാമോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ നട്ട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കുഞ്ഞാക്കി വെച്ച ആപ്പിളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം അനുസരിച്ചിട്ട് നമുക്ക് കൂടുതലോ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ആപ്പിള് നന്നായിട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരണം കേട്ടോ. ഈ ഒരു കളറൊക്കെ ആയിട്ട് വരട്ടെ, അതുവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പുഡിങ്ങിന് അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് പാലിലോട്ട് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു ഭയങ്കര തിക്കാവണ്ട, അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസി ആവുമ്പോൾ അത് ഓഫ് ചെയ്യുക. പിന്നെ ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചതാണ്. ബിസ്ക്കറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റസ്ക് ആയാലും കുഴപ്പമില്ല, അതൊരു ലെയറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഒന്നുമില്ല, ഇതെല്ലാം ഒന്ന് ലെയർ ചെയ്തെടുക്കുക, വളരെ സിമ്പിളാണ്. ആദ്യം ഞാൻ ആ ബിസ്ക്കറ്റ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ആപ്പിളും നട്ട്സും കൂടിയുള്ള ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡും പാലും കൂടിയുള്ള ആ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ലെയർ ചെയ്യുക. ഇത് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ, എന്നാലേ കറക്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് തണുപ്പിച്ച് കഴിക്കാനായിട്ട്. ഞാൻ ഇവിടെ എല്ലാതും ഒന്നുകൂടി ലെയർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള നട്ട്സോ ഫ്രൂട്ട്സോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.